ഇനി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ കുറച്ച് ഒന്ന് ആശങ്കപ്പെടുത്തുന്ന വാർത്തയിലേക്കാണ്. ആദ്യം കേട്ടപ്പോൾ എനിക്കും ചെറിയൊരു ആശങ്കയുണ്ടായി. പക്ഷേ അങ്ങനെയൊന്നുമല്ല, എല്ലാം നല്ലതാണ് എന്ന് പറഞ്ഞ് തൽക്കാലം ഞാനൊന്ന് ആശ്വസിക്കുന്നുണ്ട്. വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ ഉപയോഗത്തിൽ ജാഗ്രത വേണമെന്ന് സംസ്ഥാന ഡ്രഗ് കൺട്രോളർ ഡോക്ടർ സുജിത് കുമാർ. അനുവദനീയമായതിലും 12,000 ഇരട്ടി മെർക്കുറിയാണ് വ്യാജ ഉൽപ്പന്നങ്ങളിൽ ഉള്ളത്. ഇവയുടെ ഉപയോഗം വൃക്ക, കരൾ അടക്കമുള്ള ആന്തരിക അവയവങ്ങളെ ബാധിക്കും. നിർമ്മാതാവിന്റെ മേൽവിലാസം നോക്കി സാധനങ്ങൾ വാങ്ങണമെന്നും ഡോക്ടർ സുജിത് കുമാർ പറഞ്ഞു. റിപ്പോർട്ട് എക്സ്ക്ലൂസീവായി പുറത്തുവിടുന്ന ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളിലേക്ക് നമുക്ക് വരാം. സാനിയോ മനോമി ചേരുന്നു. സാനിയോ മനോമി, മെർക്കുറിയുടെ അംശം കൂടുതലായി ഉള്ളത് ആശങ്കപ്പെടുത്തുന്നത് ലിപ്സ്റ്റിക്കിൽ അടക്കമുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളിലാണ് എന്നതാണ്. ഇതിനായിട്ടുള്ള കോമ്പിംഗ് ഓപ്പറേഷൻ എങ്ങനെയായിരിക്കും? അതായത് സുജയ, ഏറ്റവും കൂടുതൽ സമീപകാലത്ത് ഏറ്റവും സാധ്യതയുള്ളൊരു വിപണി കൂടിയാണ് സൗന്ദര്യ വസ്തുക്കളുടെ വിപണി എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ വിപണിയിൽ വ്യാജന്മാർ കൂടുതലായി ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആരോഗ്യവകുപ്പിന് കീഴിലുള്ള സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം കൃത്യമായൊരു പരിശോധനയിലേക്ക് പോകുന്നത്. ഓപ്പറേഷൻ സൗന്ദര്യ എന്നാണ് ഈ ഒരു ഓപ്പറേഷൻ്റെ പേര്. കഴിഞ്ഞ 2 വർഷമായി ഇത് നടപ്പിലാക്കി വരുന്നുണ്ട്. 3ാം ഘട്ടമാണ് ഇനി നടപ്പിലാക്കാനുള്ളത്. അങ്ങനെ നടപ്പിലാക്കുമ്പോഴാണ് ലിപ്സ്റ്റിക്കിലും അതുപോലെ ഫേസ് ക്രീമിലും അളവിൽ കൂടുതൽ മെർക്കുറിയുടെ അളവിൽ കൂടുതൽ എന്ന് പറയുമ്പോൾ ചെറിയ അളവൊന്നുമല്ല, കൂടുതൽ 12,000-ലധികം ഇരട്ടിയുടെ കൂടുതലാണ് ഇവയിലൊക്കെ ഉള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് വന്നതിന് പ്രകാരം 7 ലക്ഷത്തോളം രൂപയുടെ കോസ്മെറ്റിക്സ് ഐറ്റങ്ങൾ ഈ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട്. മാത്രവുമല്ല 33 സ്ഥാപനങ്ങൾക്കെതിരെ കേസെടുത്തിട്ടുമുണ്ട്. 2020 കോസ്മെറ്റിക് റൂൾസോ അല്ലെങ്കിൽ മതിയായ ലൈസൻസുകളോ ഒന്നുമില്ലാതെ ഈ കോസ്മെറ്റിക്സുകൾ ഉൽപ്പാദിപ്പിക്കുകയും വിൽപ്പന നടത്തുകയും ഒക്കെ ചെയ്തിരിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെയാണ് ഇങ്ങനെ കേസെടുത്തിരിക്കുന്നത്. ഈ മെർക്കുറിയുടെ അളവ് അമിതമായി ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾക്ക് അടക്കം വലിയ പരിക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കിഡ്നി അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ വല്ലാതെ തകരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം തന്നെ പറയുന്നത്. ഫേസ് ക്രീമും ലിപ്സ്റ്റിക്കുമാണ് തൽക്കാലത്തേക്ക് ഇപ്പോൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളത്. 3ാം ഘട്ടത്തിൽ കൂടുതൽ ഈ കോസ്മെറ്റിക്സ് ഐറ്റങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 2023 ഈ പരിശോധന തുടങ്ങിയത്. ഇപ്പോഴും അത് നീളുന്നു എന്നുള്ളതാണ്. സൗന്ദര്യ വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് മതിയായ ലൈസൻസ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. കൂടാതെ മേൽവിലാസം കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ടോ, ലേബലുണ്ടോ, അത്തരം കാര്യങ്ങളൊക്കെയും പരിശോധിച്ച ശേഷം മാത്രമേ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നൽകുന്ന മുന്നറിയിപ്പ്. പരിശോധനകൾ കർശനമാക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പിടിച്ചെടുക്കുന്ന സാധനങ്ങൾ അവയുടെ കൃത്യമായ വിവരങ്ങൾ പരസ്യപ്പെടുത്തേണ്ടതല്ലേ? സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോ ഈ ഓപ്പറേഷൻ സൗന്ദര്യം നടത്തുമ്പോൾ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്ന പ്രോഡക്ട്സ്, ആ പ്രോഡക്ട്സ് ഇതുപോലെ തന്നെ പല ഉപഭോക്താക്കളുടെയും കയ്യിലേക്ക് ഇതിനകം എത്തിയിട്ടുണ്ടാകില്ലേ സാനിയോ? അത് തടയേണ്ടതല്ലേ? അത് തടയേണ്ടതാണ്. അതായത് നിരവധി ഉൽപ്പന്നങ്ങളുടെ ചിത്രങ്ങൾ അവർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കൂടുതലായി മാധ്യമങ്ങളിലൂടെ ഇത് പ്രസിദ്ധീകരിക്കേണ്ടത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ഇനി ഉണ്ടാകും. ഓപ്പറേഷൻ സൗന്ദര്യയുടെ 3ാം ഘട്ടമാകുമ്പോഴേക്കും കൂടുതൽ പിടിച്ചെടുക്കുന്ന എല്ലാ വസ്തുക്കളുടെയും പേരുകളും അതുപോലെ പ്രൊഡക്റ്റിന്റെ പേര്, ചിത്രങ്ങൾ, ഇതൊക്കെയും മാധ്യമങ്ങൾ വഴി പുറത്തെത്തിക്കാനുള്ള പോകാം. ഓപ്പറേഷൻ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഡ്രഗ് കൺട്രോളർ ഡോക്ടർ സുജിത് കുമാറിനോട് ആദിൽ പാലോട് സംസാരിച്ചു. ആ സംഭാഷണം കൂടി കേൾക്കാം അടുത്തതായി. കഴിഞ്ഞ ദിവസങ്ങളിൽ സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വകുപ്പ് നടത്തിയ വ്യാപക റെയ്ഡിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ഉണ്ടായത്. ഇപ്പോൾ റിപ്പോർട്ടർ ടിവിക്കൊപ്പം സംസ്ഥാന ഡ്രഗ് കൺട്രോളർ ചേരുകയാണ്. എന്തൊക്കെ തരത്തിലുള്ള കണ്ടെത്തലുകളാണ് ഈ റെയ്ഡിലൂടെ നമുക്ക് കാണാൻ കഴിയും? ഡ്രഗ്സ് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓപ്പറേഷൻ സൗന്ദര്യ എന്നുള്ള പേരിൽ കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ വ്യാജമായി നിർമ്മിച്ചാണോ അല്ലെങ്കിൽ ശരിയായ മാനദണ്ഡ പ്രകാരം നിർമ്മിച്ചാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി റെയ്ഡുകൾ നടത്തി. ശേഖരിച്ച സാമ്പിളുകളുടെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത് മെർക്കുറിയുടെ അംശം സാധാരണ 1 ppm വരെ മെർക്കുറി അലൗഡാണ്. എന്നാൽ പരിശോധനയിൽ കണ്ടെത്തിയത് ഏകദേശം 12,000 ഇരട്ടി വരെ മെർക്കുറി അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. എസ്പെഷ്യലി ഫേസ് ക്രീമാണ് അധികം. ലിപ്സ്റ്റിക്കും ഒരു പരിധിവരെ ഇത്തരത്തിൽ അധികം മെർക്കുറി അടങ്ങിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടെത്താൻ കഴിയും. അങ്ങനെ മെർക്കുറി വളരെ ഉയർന്ന തോതിൽ ഈ ഉൽപ്പന്നങ്ങളിൽ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം എന്തായിരിക്കും? ശരീര ആന്തരികാവയവങ്ങൾക്ക് വരെ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കിഡ്നി, ലിവർ പോലെയുള്ള നമ്മളുടെ ആന്തരിക അവയവങ്ങൾക്ക് ഇത് വളരെയധികം
ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. 2 റെയ്ഡുകളിലായിട്ട് ഏകദേശം 7 ലക്ഷത്തോളം രൂപയുടെ ഉൽപ്പന്നങ്ങൾ നമ്മൾ പിടിച്ചെടുക്കുകയുണ്ടായി. ഇത് നിർമ്മാതാവിൻ്റെ മേൽവിലാസം ഉൽപ്പന്നങ്ങളുടെ മുകളിൽ ഉണ്ടോ എന്നുള്ളത് കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ഓരോ ഉപഭോക്താവും ഇത്തരം ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും റെയ്ഡുകൾ ഉണ്ടാകും. ഈ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്ന സാധാരണ ഉപഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒപ്പം തന്നെ വ്യാപാരികളും ഇക്കാര്യത്തിലൊരു ശ്രദ്ധ പുലർത്തണം എന്നുള്ളതാണ് സംസ്ഥാന ഡ്രഗ് കൺട്രോളർ റിപ്പോർട്ടർ ടിവിയോട് പറയുന്നത്. ആദിൽ പാലോടാണ് സംസാരിച്ചത്.